വടക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ കെ എം എബ്രഹാമിനെ പറ്റിയുള്ള മീഡിയ ബിൽഡപ്പ് ആണ്. ഡോക്ടർ കെ എം എബ്രഹാം കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഫിനാൻഷ്യൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ കിഫ്ബിയുടെ ചെയർമാനും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ്. അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംസ്ഥാനത്തിന്റെ പദവിയിലിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് എതിരെ ഒരു CBI അന്വേഷണം കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതും അദ്ദേഹം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ഒരു ഇഷ്യൂ ഇല്ല. അത് കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥിരം വ്യവഹാരി, പബ്ലിക് വ്യവഹാരിയായിരിക്കും. ചിലർക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. അവർ വ്യവഹാരങ്ങളിലൂടെയാണ് തങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എത്ര മഹത്തരമാണെങ്കിലും സില്ലി ആണെങ്കിലും തെളിയിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദേഹമാണ് അതിന്റെ പുറകില്. അതിന്റെ കൂടെ കുറെ പടലപ്പിണക്കത്തിന്റെ പാർട്ടായിട്ടുള്ള ആൾക്കാരുമുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് കെ എം എബ്രഹാമിനെ നീതീകരിക്കാനോ, കെ എം എബ്രഹാമിനെ എനിക്ക് പേഴ്സണലായിട്ട് ഞാനത് ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. പക്ഷെ അദ്ദേഹം ചെയ്ത ഒരു സംഗതി കണ്ട്, അതായത് അദ്ദേഹം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ ഹോൾ ടൈം മെമ്പർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ഒരു കാര്യമുണ്ട്. സഹാറ ഗ്രൂപ്പിന്റെ പല ഇടപാടുകളിലും സഹാറ ഗ്രൂപ്പ് ഒരു മണി ലോണ്ടറിങ്, അതായത് പല പൊളിറ്റീഷ്യൻസിന്റെയും പൈസ സൂക്ഷിപ്പുകാരും ആ പൈസ മാർക്കറ്റിലും അല്ലാതെയും റിയൽ എസ്റ്റേറ്റിലൊക്കെ നിക്ഷേപിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ചെറിയ ചിട്ടി ഫണ്ടായിട്ട് തുടങ്ങി വളരെ വലിയ കമ്പനിയായി വളരുകയും അതിൻ്റെ ഓണറായിരുന്ന സുബ്രത റോയ് ഫിലിം സ്റ്റാറുകളുടെയും മറ്റും ടെലിവിഷൻ ചാനലും ഹിന്ദി പത്രങ്ങളും ഒക്കെ തുടങ്ങി വളരെ ഒരു ഫ്യൂഡൽ ലോഡായിട്ട് മാറിയ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ബേസ് പക്ഷേ ചിട്ടിയായിരുന്നു. സാധാരണക്കാരുടെ ചിട്ടിയിൽ നിന്നാണ് അതും തുടങ്ങിയത്. ആ ചിട്ടി പണം അദ്ദേഹത്തിന്റെ മണി ലോണ്ടറിങ് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു സെബിയുടെയും മറ്റുള്ള ഏജൻസികളുടെയും കണ്ടെത്തൽ. അത് ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീ ഡോക്ടർ കെ എം എബ്രഹാം ആയിരുന്നു. അതായത് ഞാനത് വായിക്കാം. അതിന്റെ എന്തായിരുന്നു? Dr. K.M. Abraham is best known for his role in exposing the irregularities of the Sahara Group, specifically its subsidiary companies Sahara India Real Estate Corporation Limited and Sahara Housing Investment Corporation Limited. ഈ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് സുപ്രീം കോടതി ഇടപെട്ട് പൈസ ചിട്ടി ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചു എന്നുള്ള ഒരു ചിട്ടി ശൃംഖലയുടെ പൈസ തിരിച്ചു കൊടുക്കണം. അത് കോടികൾ, 1000, 2000, 3000 കോടി തിരിച്ചു കൊടുക്കണം എന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. പക്ഷെ തിരിച്ചു കൊടുക്കാൻ ആളില്ലെങ്കിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? അദ്ദേഹം സുബ്രത റോയ് തിഹാർ ജയിലിൽ അടക്കപ്പെട്ടു. അദ്ദേഹം മരിച്ചു. ഈ അദ്ദേഹത്തിന്റെ സഹാറ ഗ്രൂപ്പിനെ പറ്റി ഇപ്പോൾ നമ്മൾ കാര്യമായി ഒന്നും കേൾക്കാറില്ല. സഹാറ ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയത് UPA 2ാം ഭരണകാലത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ പ്രണബ് മുഖർജി, അദ്ദേഹം എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിലെ അദ്ദേഹം ഒരു ബംഗാളിൽ നിന്നുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ് അദ്ദേഹം സ്വയം കരുതിയിരുന്നത്. അതുകൊണ്ട് ആ ബംഗാൾ പൊളിറ്റീഷ്യൻ തൻ്റെ സ്റ്റേറ്റിൽ വരുന്ന സുബ്രത റോയിയെ സഹായിക്കാൻ വേണ്ടി പലതും ശ്രമിച്ചു. പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായി, സുബ്രത റോയ്ക്ക് എതിരെയുള്ള അടിസ്ഥാനമായി ഉണ്ടായിരുന്നത് ഡോക്ടർ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടായിരുന്നു.
അത് തിരുത്താതെ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാതെ ഒരു കോടതിക്കും ഒരു സർക്കാരിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. സുബ്രത റോയിയെയും സഹറയെ പറ്റി പറയുമ്പോൾ ഞാനൊരു ഡൽഹിയിലെ മീഡിയ പ്രവർത്തനമായി ഇരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, കുറേയൊക്കെ അറിയുകയും ചെയ്യാം. അവിടെ അവർക്ക് ഒരു ആംബിവാലി എന്ന ബോംബെ ലോണാവാലയ്ക്കടുത്ത് ഒരു സ്വിറ്റ്സർലൻഡിലെ ആപ്സിലെ വില്ല പോലുള്ള വില്ലകളുള്ള, അതും സൂപ്പർ റിച്ചിന് വേണ്ടിയുള്ള വില്ലകൾ നിർമ്മിക്കുന്ന സഹാറയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ ചാർട്ടേഡ് പ്ലെയിൻ ഇറങ്ങാനുള്ള, ചെറിയ പ്ലെയിനുകൾ ഇറങ്ങാനുള്ള റൺവേ ഉണ്ട്, ബാക്കി സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരു 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 റിച്ച് മാൻസ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു സംഭവം കെട്ടിപ്പടുത്തിയ സ്ഥലമായിരുന്നു. ഞാനിതൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ഒരാളെ അന്വേഷണത്തിൽപ്പെടുത്തി അദ്ദേഹത്തിന്റെ നീതിയുക്തമല്ലാത്ത പ്രവർത്തനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടു നിർത്തുകയും തിഹാർ ജയിലിൽ അടയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുകയും ചെയ്ത ശ്രീ അബ്രഹാമിനെ വേണമെങ്കിൽ അംബിവാലിയിൽ വലിയൊരു ഫ്ലാറ്റുമായി റിട്ടയർ ചെയ്യായിരുന്നു, ഇല്ലെങ്കിൽ IAS വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. സഹാറ തന്നെ പലർക്കും അങ്ങനെ ജോലി കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ പലരും ചെയ്യാറുള്ള പോലെ സ്വിറ്റ്സർലൻഡിലെ ആപ്സിന്റെ അടിവാരത്ത് ഒരു വില്ലയുമായി റിട്ടയർ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്യാതെ അദ്ദേഹം ഹാർവാർഡിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ട്രെയിനിങ് ഉള്ള ഒരു അദ്ദേഹമാണ്. അങ്ങനെയുള്ളവർ സാധാരണ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്ട്രിയിൽ സെക്രട്ടറി ആയിട്ടും അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ആയിട്ടൊക്കെ സാധാരണ റിട്ടയർ ചെയ്യാറുള്ളത്. പക്ഷെ അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്ററുടെ അംഗീകാരത്തിന് വഴങ്ങാത്തതുകൊണ്ട് അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് പോയും അവിടുത്തെ ഫിനാൻസ് സെക്രട്ടറിയായും ചീഫ് സെക്രട്ടറിയായും കിഫ്ബിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഫോർമേഷനിൽ അദ്ദേഹം തൻ്റെ കഴിവ് സെബിയും മറ്റ് ഹാർവാർഡിൽ പഠിച്ച മറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടൂൾസ് ഉപയോഗിച്ച് അദ്ദേഹം കിഫ്ബി ഇതുവരെ കൊണ്ടു നടക്കുന്നു. കിഫ്ബി എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പോളിസിക്ക് എതിരാണ് ഒന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ കുറെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ കൊണ്ടുവരികയും ആ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ചെയ്തിരുന്നു. ഞാൻ ഇതൊക്കെ പറയുന്നത് ഡോക്ടർ KM അബ്രഹാമിനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ, കൊല്ലത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമൊക്കെ, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ആംബിവാലിയിൽ വേണമെങ്കിൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളെ അല്ലെങ്കിൽ ആംബിവാലിയിൽ ഒരു വലിയ വില്ലയുമായി റിട്ടയർ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ സ്വിസ് ആൽപ്സിൽ ഇന്ത്യയിലെ പണക്കാരും ഓഫീസർമാരും ഒക്കെ കൊതിക്കുന്ന സ്വിസ് ആൽപ്പിന്റെ തീരത്ത് അല്ലെങ്കിൽ അതിന്റെ സാനുക്കളിൽ വില്ലയുമായി റിട്ടയർ ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ കേരളത്തിലെ തിക്കും തിരഞ്ഞും കുതികാൽപെട്ടും ഒക്കെ പടലപ്പിണക്കം ഉള്ള കേരളത്തിലേക്ക് പോയി അദ്ദേഹം ഇപ്പോഴും തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ, അങ്ങനെ ഇത്രയും പഠിപ്പും വിവരവും ലോകജ്ഞാനവും ഫിനാൻഷ്യൽ പരിജ്ഞാനവും ഉള്ള ഒരു മനുഷ്യൻ ഒരു കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പെട്ട് CBIയുടെ കുരുക്കിൽ പെടും എന്ന് അനുമാനിക്കാൻ സാധാരണ ബുദ്ധിയുള്ള ആർക്കും കഴിയുന്നില്ല. അദ്ദേഹത്തിന് തെറ്റുപറ്റിയിരിക്കാം, അത് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് CBI തെളിയിക്കട്ടെ. CBI എന്നാണ് സത്യത്തിന്റെ കാവൽക്കാരായെന്ന് എനിക്കറിഞ്ഞൂടാ. അതും നമ്മൾ കോടതിയിലും CBIയിലും ഒക്കെ തെളിയാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ റെസ്പോൺസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫാക്സ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര ശക്തമായ ഒരു ലെറ്റർ കിഫ്ബിയിലെ തന്റെ കൊളീഗ്സിന് അയക്കുകയില്ല. പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം, അങ്ങനെയൊന്നുമല്ല കേരളത്തിൽ.
കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് ഫാക്ട് ബേസ്ഡ് അല്ല, അതൊരു ബിൽഡപ്പാണ്. ഇന്ന് പിണറായി വിജയനെ താഴെ ഇറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തൈതിച്ച് കിട്ടുന്ന എന്ത് അവസരവും ആരും അദ്ദേഹത്തിന് എതിർക്കുന്ന, രാഷ്ട്രീയമായും അല്ലാതെയും എതിർക്കുന്ന ആരും കളഞ്ഞു കുളിക്കില്ല. അത് തന്നെയാണ് ഡോക്ടർ കെ എം അബ്രഹാമും അദ്ദേഹം ഇദ്ദേഹത്തിന്റെ പിൻഗാമിയെ പോലെ എന്തെങ്കിലും ഭരണത്തിന് വെളിയിലുള്ള അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അലിഗേഷൻ ഒന്നും പെട്ടിട്ടില്ല. അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു ഇതാണ് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി, വരവിൽ കവിഞ്ഞ സ്വത്ത് എന്നൊക്കെ പറയുമ്പോൾ സെബി എത്ര കോടി രൂപകളാണ് ഒരു ദിവസം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒഴുകുന്നത്, സെബിയുടെ ഓരോ ഡിസിഷനും എത്ര കോടി വിലമതിക്കും എന്ന് അറിയാവുന്ന ആർക്കും ഡോക്ടർ കെ അബ്രഹാം ചെയ്തത് അല്ലെങ്കിൽ ഒരു ചെറിയ 2-3 കോടി അല്ലെങ്കിൽ 10 കോടി അല്ലെങ്കിൽ 100 കോടിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. എനിക്ക് ചിരിയാണ് വരുന്നത്. അതായത് ഇത് കേരളത്തിന്റെ മലയാളികളുടെ ലിമിറ്റേഷനാണ് കാണിക്കുന്നത്. മലയാളി ഒരിക്കലും 100 അല്ലെങ്കിൽ 1000 കോടിക്ക് മേളിൽ ചിന്തിക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. സാധാരണ മലയാളി ചിലരൊക്കെ ഉണ്ട്, ഗൾഫിലൊക്കെ പോയവരൊക്കെ ഉണ്ട്. ബോംബെയിൽ പോലും ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒരു ഓഫീസറിനെ പറ്റിയും സാധാരണ ആൾക്കാർ ചെയ്യാറില്ല. ബോംബെയിലോ ഡൽഹിയിലോ അവർ ചിലപ്പം കെ എം അബ്രഹാമിനേക്കാളും കൂടുതൽ വരവിൽ കഴിഞ്ഞ സ്വത്ത് ഉണ്ടാക്കിയവരായിരിക്കും. പലരുടെയും ലൈഫ് സ്റ്റൈൽ കണ്ടാൽ അറിയാൻ പറ്റും. അങ്ങനെയാണ്. ഞാനിത് ഡോക്ടർ കെ എം അബ്രഹാമിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ആദ്യം ഹിന്ദുവിൽ വരുന്നത് മാൻ ഹൂ ഫിക്സ്ഡ് സഹാറ ഒരു മണി ലോണ്ടറിങ് സ്ഥാപനമാണെന്ന് ഈ നാട്ടിലെ അല്ലെങ്കിൽ ഡൽഹിയിലെയും UP-യിലെയും എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ദേശത്തിന്റെ പൈസ നീതിയുക്തമാക്കി എടുക്കാൻ സഹായിച്ച ഒരു ഓഫീസറിനെ ഒരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പേരിൽ ഇതൊക്കെ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കേസിൽ പെടുത്തുക എന്നുള്ളത് വളരെ ദയനീയമായ ഒരു മനോഭാവമാണെന്ന് പറയേണ്ടി വരും. ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമാണെങ്കിലും എന്ത് കുത്തിത്തിരിപ്പുകളുണ്ടെങ്കിലും എന്ത് ഗോള് അദ്ദേഹത്തെ വെച്ച് അടിക്കാം എന്നുള്ളതുണ്ടെങ്കിലും ഇത് എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ സെക്ടറിനെ ഇങ്ങനെയുള്ള ഓഫീസേഴ്സിനും മികവുറ്റ ഉദ്യോഗസ്ഥരെയും പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി തൻ്റെ കഴിവുകൾ ചെലുത്താൻ ശ്രമിക്കുന്ന ഓഫീസർമാരുടെ ഒക്കെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയവുമായി മിക്സ് ചെയ്തിട്ട് ഓരോ മനുഷ്യരെയും ക്രൂശിക്കാൻ നോക്കുന്നത് ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഭാഷ ഈ പീഡാനുഭവ ആഴ്ചയിൽ വളരെ ദുഃഖകരമാണ് എന്ന് പറയേണ്ടി വരും. ഡോക്ടർ കെ എം റാവിന്റെ ലെറ്ററിന്റെ സ്പിരിറ്റ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഈ കേസിൽ നിന്ന് വളരെ ശക്തിയുക്തം ഫൈറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് ഈ ഫൈറ്റിൽ എല്ലാ വിജയാശംസകളും. അതുപോലെ തന്നെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ CBI അല്ലെങ്കിൽ കോടതികൾ ശിക്ഷിക്കട്ടെ എന്നും ഞാൻ പറയും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് ഒരു മനുഷ്യനെ പറ്റിയും എല്ലാ മീഡിയയും അന്തിച്ചർച്ച നടത്തുകയാണ് കെ എം അബ്രഹാമിനെ പറ്റി. അദ്ദേഹം അത് ചെയ്തു, ഇത് ചെയ്തു. ഒരൊറ്റ ആള് അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? സഹാറ എന്ന ഒരു മണി ലോണ്ടറിങ് സ്ഥാപനത്തെ അദ്ദേഹത്തിന്റെ ഒരേ ഒരു റിപ്പോർട്ടും പിടിവാശിയും കൊണ്ട് മാത്രമാണ് സുപ്രീം കോടതി ഇടപെടുകയും സുബ്രത റോയ് പോലെയുള്ള ഒരു ഫ്യൂഡൽ മാഡംബി കോർപ്പറേറ്റ് ജയിലിനകത്ത് പോവുകയും അവസാനം അദ്ദേഹം ഇത് മാനേജ് ചെയ്യാൻ പറ്റാതെ മരിച്ചു പോവുകയും ആ സഹാറ എന്ന പ്രസ്ഥാനം തന്നെ ഏകദേശം ഇല്ലാതാകുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഇത് മാത്രം മതി അദ്ദേഹത്തിന്റെ രാജ്യസേവനം എന്താണെന്ന് മനസ്സിലാക്കാൻ. അതായത് ഒരു വലിയ ഫ്യൂഡൽ മാഡംബി കോർപ്പറേറ്റിനെ അദ്ദേഹം തൻ്റെ ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നോളജിലൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഓഫീസറിനെ ക്രൂശിക്കണോ എന്നുള്ളത് കോടതികളും CBI-യും നമ്മുടെ പബ്ലിക് സമൂഹവും തീരുമാനിക്കട്ടെ.
എന്ന് ഞാൻ പറയും. നന്ദി, നമസ്കാരം.